ഇലകളുടെ അടിവശത്തായിട്ട് ഈ കറുപ്പ് നിറം വരുന്ന ഇലകളൊക്കെ കരിഞ്ഞ് അത് കൊഴിഞ്ഞു പോകും. അപ്പോഴങ്ങനെയുള്ള ഇലകളൊക്കെ നമ്മളങ്ങ് നീക്കം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റെജിനാസ് സെന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ വെണ്ട കൃഷിയെക്കുറിച്ചുള്ളതാണ്. വെണ്ട കൃഷിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കണ്ടു നോക്കണം. ഇപ്പോൾ വെണ്ട തൈകളൊക്കെ വളർന്ന് ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. നന്നായിട്ട് വെണ്ടച്ചെടികളൊക്കെ പൂവിട്ട് അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ വെണ്ടക്കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വെണ്ട കൃഷി ചെയ്യുന്നതിനായിട്ട് നമുക്ക് വെണ്ടയുടെ വിത്തുകൾ എടുത്തു വെച്ചിരുന്ന് പാകി മുളപ്പിച്ചോ അതല്ലെങ്കിൽ തൈകൾ വാങ്ങിയോ ഒക്കെ നമുക്ക് വെണ്ട കൃഷി ചെയ്യാം. ഞാനിവിടെ ടെറസിന് മുകളിലായി ഗ്രോ ബാഗുകളിലും ചാക്കുകളിലുമായിട്ടൊക്കെയാണ് വെണ്ട കൃഷി ചെയ്തിരിക്കുന്നത്. നമ്മൾ പച്ചക്കറി ഇനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നതിൽ വെച്ച് വളരെ എളുപ്പത്തിൽ തന്നെ വിളവെടുക്കാൻ കഴിയുന്ന ഒരിനമാണ് വെണ്ട കൃഷി. ഞാനിവിടെ എൻ്റെ കൃഷി സ്ഥലത്തായിട്ട് നേരത്തെ റെഡ് വെണ്ട തന്നെ 2 തരത്തിലുള്ളവ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആനക്കൊമ്പൻ വെണ്ട, അർക്കാനാമിക ഈ ഇനത്തിൽപ്പെട്ട വെണ്ടകളൊക്കെ കൃഷി ചെയ്ത് നന്നായിട്ട് വിളവുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വെണ്ടക്കായ്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. വെണ്ട തൈകളൊക്കെ നടുന്നതിന് മുന്നേ ഇതിന് അടിവളമായി കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണെന്നൊന്ന് പറയാം. പോട്ടി മിക്സ് നിറയ്ക്കുന്നതിന് മുന്നേ തന്നെ ഗ്രോ ബാഗുകളിലായിട്ട് കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കുറഞ്ഞ അളവിലായിട്ട് മാത്രമേ പോട്ടി മിക്സ് ഗ്രോ ബാഗിലേക്ക് നിറച്ച് കൊടുത്തിട്ടുള്ളായിരുന്നു. അതിന് മുകളിലേക്കാണ് തൈകളൊക്കെ നട്ട് കൊടുത്തത്. വെണ്ടച്ചെടികളൊക്കെ വളർന്നു വരുമ്പോൾ ഒരു 4-5 ഇല പ്രായമാകുമ്പോൾ പുഴുക്കളുടെ ശല്യമൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതമൊക്കെ ഒന്ന് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ വെണ്ടയിലായിട്ടുണ്ടായി നിൽക്കുന്ന വെണ്ടക്കായ്കളൊക്കെ ഞാൻ വിളവെടുക്കുന്നുണ്ട്. വെണ്ടച്ചെടികളുടെ രോഗപ്രതിരോധ ശേഷിക്കായി 1 ലിറ്റർ വെള്ളത്തിൽ 20 മില്ലി സ്യൂഡോമോണസ് കലക്കി അത് ഇലകളിലും ചെടികളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. വെണ്ടച്ചെടികളൊക്കെ ഒരുവിധമൊക്കെ ഒന്ന് വളർന്നു വന്ന് കഴിയുമ്പോൾ ചാരം ചേർന്ന വളം ഇതിൻ്റെ ചുവടുകളിലായി ഉപയോഗിച്ച് കൊടുക്കുന്നത് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ധാരാളം വെണ്ടക്കായ്കളൊക്കെ ഉണ്ടാകുന്നതിനും സഹായിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. എൻ്റെ ഈ വെണ്ടച്ചെടികളിൽ നിന്ന് ചുവട്ടിൽ നിന്ന് തന്നെ വെണ്ടക്കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ വെണ്ടക്കായ്കളൊക്കെ ഉണ്ടായിരിക്കുകയാണ്. വെണ്ടച്ചെടികളിലായി കീടശല്യം ഉണ്ടാകാറുണ്ട്. ഇലചുരുട്ടി പുഴുക്കളുടെ ശല്യമാണ് ഉണ്ടാകുന്നത്. അത് വെണ്ടക്കായ്കളൊക്കെ ഉണ്ടായി തുടങ്ങുമ്പോൾ തന്നെ ഇലചുരുട്ടി പുഴുക്കളുടെ ശല്യം ഉണ്ടാകാറുണ്ട്. ഇലചുരുട്ടി പുഴുക്കളുടെ ശല്യം മാറുന്നതിനായി ഏതെങ്കിലും തരത്തിലുള്ള ജൈവ കീടനാശിനി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാൻ കൂടുതൽ നിംബിസിഡിൻ തന്നെയാണ് ഉപയോഗിച്ച് കൊടുക്കുന്നത്. പയറിനും വെണ്ടയ്ക്കുമൊക്കെ എനിക്ക് വളരെ ഫലപ്രദമായ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. ഈ വെണ്ടച്ചെടികളിൽ ഇപ്പോൾ ഇലചുരുട്ടി പുഴുക്കളുടെ ഒന്നും ശല്യം ഉണ്ടായിട്ടില്ല. എന്നാലും ഇലകളിലൊക്കെ അടിയിലായി കറുത്ത പുള്ളി പോലെ ഒരു വൈറസ് ബാധിച്ചിട്ടുണ്ട്. ഇലകളുടെ അടിവശത്തായിട്ട് ഈ കറുപ്പ് നിറം വരുന്ന ഇലകളൊക്കെ കരിഞ്ഞ് അത് കൊഴിഞ്ഞു പോകും. അങ്ങനെയുള്ള ഇലകളൊക്കെ നമ്മളങ്ങ് നീക്കം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു വെണ്ടത്തൈകൾ വയ്ക്കുന്നതിന് മുന്നേ ഞാൻ വെണ്ടക്കായ്കളൊക്കെ വിളവെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ വെണ്ടച്ചെടിയിൽ നിന്നാണ് വിളവെടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ചെടികളൊക്കെ നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ ഞാൻ മാറ്റിക്കൊടുത്ത് വേറൊക്കെ കൃഷി ചെയ്യാനായിരിക്കുകയാണ്. അപ്പോൾ ഇതിലുള്ള ഈ വെണ്ടക്കായ്കളൊക്കെ ഞാൻ ഇതുപോലെ ഇങ്ങ് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഓരോ വെണ്ട കൃഷിയൊക്കെ കഴിഞ്ഞു തുടങ്ങുമ്പോൾ കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന തൈകളോ അതല്ലെങ്കിൽ വിത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയോ പാകി പുതിയ കൃഷികളൊക്കെ ചെയ്തു തുടങ്ങും. അപ്പോൾ നമുക്ക് പച്ചക്കറികളൊന്നും പുറത്തു നിന്ന് വാങ്ങാതെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളതെല്ലാം നമ്മുടെ കൃഷി സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രത്തോളം വെണ്ടക്കായ്കളൊക്കെയാണ് ഞാൻ വിളവെടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.